ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പു ടി വി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളുടെ ഫോണിൽ ചെയ്യുന്ന 5 മണ്ടത്തരങ്ങളെ പറ്റിയാണ്. ഈ 5 മണ്ടത്തരങ്ങളും നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ തന്നെ ചെയ്യുന്നതാണ്. ഈ മണ്ടത്തരങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ നമ്മളുടെ ഫോണിനത് ദോഷകരമായി തന്നെ ബാധിക്കും. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇതിലേറ്റവും വലിയ ഒന്നാമത്തെ മണ്ടത്തരമായി പറയുന്നത്, നാം രാത്രി കാലങ്ങളിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്നാലോ മറ്റോ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഫോൺ രാത്രിയിൽ കുത്തിയിടാറുണ്ട്. നമ്മൾ രാവിലെ എണ്ണിച്ച് നോക്കുമ്പോൾ അത് 100% ചാർജായി കാണാറുമുണ്ട്. എന്നാൽ ഇതിൽ വരുന്ന മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഒരു 5 മണിക്കൂറിലധികം ഫോൺ കുത്തിയിട്ടാൽ ഫോണിൻ്റെ ബാറ്ററി വീക്കാകുകയും പിന്നീട് അത് പൊട്ടിത്തെറിക്കാൻ വരെ വളരെ ചാൻസ് ഉണ്ട്. പിന്നീട് ഫോണിലെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഫോൺ കുത്തിയിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത്തെ മണ്ടത്തരമായി പറയുന്നതും ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫോൺ കുത്തിയിട്ടുകൊണ്ട് അത് ഉപയോഗിക്കാറുണ്ട്. അത് ഫോണിനെ വളരെ മോശകരമായി തന്നെ ബാധിക്കും. ഫോണിൻ്റെ ചാർജ് ചെയ്യുന്ന സ്ലോട്ട് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആകും. അതുകൂടാതെ ഫോൺ പെട്ടെന്ന് തന്നെ ഹാങ് ആയി തുടങ്ങുകയും ചെയ്യും. ഫോണിൻ്റെ പെർഫോമൻസും കുറഞ്ഞു തന്നെ വരും. മൂന്നാമത്തെ മണ്ടത്തരമായി പറയുന്നത്, നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ധാരാളം ആപ്ലിക്കേഷൻസും ഫയൽസും ഒക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന സമയം തന്നെ നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജിൽ കേഷ്ഡ് ഡേറ്റ എന്ന് പറയുന്ന വേണ്ടാത്ത കുറേ ഡേറ്റകൾ കെട്ടിക്കിടപ്പുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തന്നെ കളയണം. അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ വളരെ പെട്ടെന്ന് തന്നെ ഹാങ് ആകും. നാലാമതായി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ധാരാളം ആപ്ലിക്കേഷൻസും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫോണിൻ്റെ സൈഡിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ എല്ലാം ലിസ്റ്റ് ക്ലിയർ ചെയ്ത് തന്നെ കളയും. പലരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഫോണിന് പെർഫോം ചെയ്യാൻ ധാരാളം ചാർജ് വേണ്ടി വരും. അങ്ങനെ നമ്മളുടെ ഫോണിലെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ തീരും. അതുകൊണ്ട് ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. അതായത് എപ്പോഴും അത് ക്ലിയർ ചെയ്ത് കളയരുത്. എന്നാൽ തന്നെ അത് ചില സമയങ്ങളിൽ ക്ലിയർ ചെയ്ത് കളയണം. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഫോണിൽ നമുക്ക് വേണ്ടാത്ത ഫോട്ടോസോ ഇമേജസോ വീഡിയോസോ ഫയൽസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് മറന്നു പോകും. നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫയൽസോ ഇമേജസോ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ കളയണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞ 5 കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്നും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. എന്നാൽ മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.